ക്രീംസ് ആൻഡ് ജെല്ലീസ്. ക്രീംസ് ആൻഡ് ജെല്ലീസും ഫോം ടാബ്ലറ്റ് കൂടെ തന്നെ കെമിക്കൽ കൺട്രാസെപ്റ്റീവ് ആണ്. അതിന്റെ കണ്ടന്റ് നോൺ ഓക്സിജൻ ഞാൻ തന്നെയാണ്. അത് ക്രീംസ് ആൻഡ് ജെല്ലീസ് ആണ്. ഇതാണ്ട് ഈ സ്പെർമിസൈഡ് ജെല്ലി, സ്പെർമിസൈഡ് ക്രീംസ് ആൻഡ് ജെൽസ് എന്ന് കണ്ടോ? അത് ഈ സ്പെർമിസൈഡ് ജെല്ലിയും പിന്നെ ഈ സ്പെർമിസൈഡ് ക്രീംസ് ആൻഡ് ജെൽസ്, സ്പെർമിസൈഡ് ജെല്ലിയും സ്പെർമിസൈഡ് ക്രീംസ് ആൻഡ് ജെൽസ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചാൽ രണ്ടെണ്ണം. അതാണ് ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി ഒരു ക്രീംസ് ആൻഡ് ജെല്ലി അത് ഇന്റർകോഴ്സിന് മുമ്പ് വജൈന വഴി സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ വഴിയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ ആണ് ഈ കാണുന്നത്. ഈ വെള്ള നിറത്തി ഒരു കാണുന്ന ഒരു സംഭവം കണ്ടോ? അതാണ് ആ സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ. ഈ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ചാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് ക്രീംസ് ആൻഡ് ജെല്ലീസ് വജൈനയിലേക്ക്. ബോഡി ടെമ്പറേച്ചർ അത് 37°C. ആ സമയത്ത് നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ ഉള്ള ആ സമയത്ത് തന്നെ ഇത് മെൽറ്റ് ആവുകയും ചെയ്യും, വജൈനയായിട്ട് സ്പ്രെഡ് ആവും. എന്നിട്ട് ഒരു തിൻ ഫിലിം, ഒരു കെമിക്കൽ ബാരിയർ പോലെ ഒരു തിൻ ഫിലിം ഫോം ചെയ്യും. ആ കെമിക്കൽ ആക്ഷൻ ഈ നോൺ ഓക്സിജൻ നയനോ സ്പെർമിസൈഡ് ഏജന്റ് ആയതുകൊണ്ടാണ് കെമിക്കൽ ആക്ഷൻ ഈ സ്പെർം അങ്ങ് ഡിസ്ട്രോയ് ആവുകയും ചെയ്യും. മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സ് ആണ് കോണ്ടം. മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് കെമിക്കൽ കൺട്രാസെപ്റ്റീവ്. ക്രീംസ് ആൻഡ് ജെല്ലീസ് ഒക്കെ കെമിക്കൽ കൺട്രാസെപ്റ്റീവ്. കോണ്ടോം വജൈന ഡയഫ്രം ഒക്കെ മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം, നമുക്ക് അത് അറിയാം. പക്ഷെ ക്രീംസ് ആൻഡ് ജെല്ലീസ് കെമിക്കൽ അല്ലേ, കെമിക്കൽ കണ്ടന്റ് അല്ലയോ. കോണ്ടോം വജൈന ഡയഫ്രം കെമിക്കൽ കണ്ടന്റ് വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയാൻ കാരണം. ക്രീംസ് ആൻഡ് ജെല്ലീസ്, ഫോം ടാബ്ലറ്റ്, ഇൻജെക്ടബിൾസ് ഒക്കെ കെമിക്കൽ കൺട്രാസെപ്റ്റീവ്സ് ആണ്. കെമിക്കൽ കണ്ടന്റ് ഉണ്ട്, മരുന്നുണ്ട് അതിനകത്ത്. സ്പെർമിസൈഡ് ഏജന്റ് ഡ്രഗ് ഉണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ കൺട്രാസെപ്റ്റീവ്സ് എന്ന് അങ്ങനെ പറയാൻ കാരണം. മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സ് ആണ് ഈ കോണ്ടോം വജൈന ഡയഫ്രം ഒക്കെ. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം, അത് കെമിക്കൽ കണ്ടന്റ് ഒന്നുമില്ല, മരുന്നൊന്നും അടങ്ങിയിട്ടില്ല. പിന്നെ ക്രീംസ് ആൻഡ് ജെല്ലീസ് മാത്രം ഉപയോഗിച്ചാൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കോണ്ടോ ആയിട്ട് ക്രീംസ് ആൻഡ് ജെല്ലീസ് ഉപയോഗിച്ചാൽ മാത്രമേ പ്രൊട്ടക്ഷൻ തരത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഇതാണ് സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ. ക്രീംസ് ആൻഡ് ജെല്ലീസ് ഇൻസേർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ, വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ ആപ്ലിക്കേറ്റർ. ഇതുവഴിയാണ് നമുക്ക് ക്രീംസ് ആൻഡ് ജെല്ലീസ് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബോഡി ടെമ്പറേച്ചർ മെൽറ്റ് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, എന്നിട്ടൊരു തിൻ ഫിലിം രൂപപ്പെടുന്നു. ആ സ്പേം കെമിക്കൽ ആക്ഷൻ വഴി ഡിസ്ട്രോയ് ചെയ്യുന്നു. മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സിന്റെ കോമ്പിനേഷനിലെ ഇത് ക്രീംസ് ആൻഡ് ജെല്ലീസ് എഫക്റ്റീവ് ആകത്തുള്ളൂ. കോണ്ടോം വജൈന ഡയഫ്രത്തിന്റെ ആവശ്യമൊക്കെ വേണ്ടി വരും. അതായത് ക്രീംസ് ആൻഡ് ജെല്ലീസ് എഫക്റ്റീവ് ആകത്തുള്ളൂ. ക്രീംസ് ആൻഡ് ജെല്ലീസ് മാത്രം ഉപയോഗിച്ചാൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. മെക്കാനിക്കൽ കൺട്രാസെപ്റ്റീവ്സും കൂടെ കൂടുതൽ ഉപയോഗിച്ചാൽ ക്രീംസ് ആൻഡ് ജെല്ലീസ് എഫക്റ്റീവ് ആകത്തുള്ളൂ. പക്ഷെ ഇൻജെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഇൻജെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് ജസ്റ്റ് ഇൻജെക്ഷൻ അല്ലേ. ഇത് കെമിക്കൽ കൺട്രാസെപ്റ്റീവ് ആയതുകൊണ്ടും ഇത് നമ്മുടെ ശരീരത്തിന് പുറത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇത് ലെസ് പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ ഉണ്ട്. ഇതാണ് ആപ്ലിക്കേറ്റർ. ഓക്കെ, താങ്ക് യു.